ഹലോ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് സിറ്റുവേഷൻ ലീഡർഷിപ്പ് അല്ലെങ്കിൽ കണ്ടിജൻസി ലീഡർഷിപ്പിൽ നമ്മൾ പഠിക്കുന്ന ഒരു ലീഡർഷിപ്സ് ടൈപ്പാണ് ഇത് ലീഡേഴ്സ് പാർട്ടിസിപ്പേഷൻ മോഡൽ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റീസെൻറ്റ് ലീഡർഷിപ്സ് മോഡലിലേക്ക് കിടക്കും. അപ്പോൾ വൂംസ് ആൻഡ് ഈറ്റൺ കണ്ടിജൻസി മോഡൽ ലീഡർഷിപ്പ് തിയറി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത ആൾ എന്ന് പറയുന്നത് വിക്ടർ വൂമും അയാൾ ഫിലിപ്പ് ഈറ്റൺ അതുപോലെ തന്നെ അർത്തൂർ ജഗോ എന്ന 3 പേര് ചേർന്നിട്ടാണ് ഈ വൂം ഈറ്റൺ കണ്ടിജൻസി ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ ഉണ്ടായിരിക്കുന്നത്. ഈ സിറ്റുവേഷൻ തിയറി പറയണത് ബെസ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് സിറ്റുവേഷൻ അനുസരിച്ച് കണ്ടിജൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നയിക്കുന്ന ടീം മെമ്പർ നമ്മൾ ലീഡ് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ലീഡർഷിപ്പ് എടുക്കേണ്ടത്. ഈ മോഡൽ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, അതായത് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. ഒരു 5 ഡിഫറെൻറ്റ് സ്റ്റൈൽ പറയുന്നുണ്ട്. ഓരോ എന്താ പറയുക 1 2 3 4 5 സ്റ്റൈലിൽ പറയുന്നുണ്ട്. ഓക്കെ, ഈ 5 സ്റ്റൈലിൽ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോക്രാറ്റിക് മുതൽ കൺസൾട്ടേറ്റീവ് ലീഡർഷിപ്സിൻ്റെ ഗ്രൂപ്പ് ബേസ്ഡ് ലീഡർ ഉണ്ട്. അത് ഓട്ടോക്രാറ്റ് ലീഡർ, കൺസൾട്ടേറ്റീവ് ലീഡർ, ഗ്രൂപ്പ് ബേസ്ഡ് ലീഡർ ഉണ്ട്. ഇനി ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ്റെ ബേസിസിലാണ് എത്രത്തോളം ഫ്രീഡം വേണം, അതായത് നമ്മുടെ സബോർഡിനേറ്റ്സിനെ എത്രത്തോളം ഫ്രീഡം കൊടുക്കണം ഡിസിഷൻ മേക്കിങ്ങിൽ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ യെസ് ഓർ നോ അനുസരിച്ചിട്ടാണ്. ഓക്കെ, അങ്ങനെ ലീഡർഷിപ്പിൽ ബിഹേവിയറും ഡിസിഷൻ മേക്കിലെ പാർട്ടിസിപ്പേഷൻ മേക്കിങ്ങും ഡിസൈഡ് ചെയ്യണത് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ എത്രത്തോളം തീരുമാനം നമ്മളുടെ സബോർഡിനേറ്റ്സിന് കൊടുക്കാം, ഏതൊക്കെ അങ്ങനെ ചോദിക്കാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഈ ലീഡർഷിപ്പ് സ്റ്റൈലുകൾ ഏതൊക്കെ ഇതിൽ പറയണമെന്ന് നോക്കാം. അതായത് A1 എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റ് ടൈപ്പ് 1 ഉണ്ട്. ഈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പിൽ നമ്മൾ മനസ്സിലാക്കിയുള്ള ഓട്ടോക്രാറ്റ് ലീഡർഷിപ്സ്, അതായത് അയാളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഡിസിഷൻസ് അവിടെ ഇൻഫോം ചെയ്യും. അതായത് ലീഡർ അയാളുടെ അറിവ് വെച്ചിട്ട് അയാൾ ഡിസിഷൻസ് എടുക്കും. ആ ഡിസിഷൻസ് ഷെയർ ചെയ്യും. ഇനി ഓട്ടോക്രാറ്റ് ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഡിസിഷൻ എടുക്കുന്നത് ഓട്ടോക്രാറ്റിക്കൽ ലീഡർ തന്നെയാണെങ്കിലും ആ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഇൻഫോർമേഷൻസ് അയാൾ കളക്ട് ചെയ്യും. ഓക്കെ, ഫോളോവേഴ്സ് കുറച്ച് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഓട്ടോക്രാറ്റ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. ഇനി കൺസൾട്ടേറ്റീവ് ടൈപ്പ് 1 ഉണ്ട്. ലീഡർ പ്രോബ്ലംസ് ഫോളോവേഴ്സിനോട് ചോദിക്കും, ഷെയർ ചെയ്യും. പക്ഷെ ഷെയർ ചെയ്യണ അവർ ഐഡിയാസും സജഷൻസും വാങ്ങിക്കും. ഓക്കെ, നമ്മൾ കൺസൾട്ടേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കുറച്ച് കൺസൾട്ട് ചെയ്യും എന്നല്ല അർത്ഥം. മറ്റുള്ളവരെ കൺസൾട്ട് ചെയ്യും, ഫോളോവേഴ്സിനെ കൺസൾട്ട് ചെയ്യും, അവരുടെ വ്യൂസും അവരുടെ സജഷൻസ് കേൾക്കും. പക്ഷെ ഡിസിഷൻസ് എടുക്കുന്നത് തന്നെയാണ്, ലീഡർ തന്നെയാണ്. പക്ഷേ ഈ ആർക്കാണോ പ്രോബ്ലം, ആ പ്രോബ്ലം ഉള്ള ആളോട് ഇൻഡിവിജ്വൽ ആർക്കൊക്കെയാണ് ആ പ്രോബ്ലം എല്ലാവരെയും ഒറ്റയ്ക്ക് പോയി ചോദിച്ച് അവരിൽ നിന്ന് അവരുടെ ഐഡിയാസും സജഷൻസും എടുക്കും. എന്നാൽ കൺസൾട്ടേറ്റീവ് ടൈപ്പ് 2ൽ ആർക്കൊക്കെയാണോ പ്രോബ്ലം, ആ പ്രോബ്ലം ഉള്ള ആൾക്കാരെ ഒരു ഗ്രൂപ്പാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നതാണ് കൺസൾട്ടേറ്റീവ് എന്ന് പറയുന്നത്. ഈ 2ലാണെങ്കിലും ഡിസിഷൻസ് എടുക്കുന്നത് ആരാണ്, ലീഡർ തന്നെയാണ്. പക്ഷെ ആ ലീഡറുടെ ഡിസിഷൻ മേ നോട്ട് ബി റിഫ്ലക്ട് ഇൻ ഫോളോവേഴ്സിൻ്റെ ഫോളോവേഴ്സിന് ഇൻഫ്ലുവൻസ് ഉണ്ടാവാതിരിക്കാം. ഓക്കെ, ഒന്ന് കളക്റ്റീവായി ചെയ്യുന്നു, ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്നു, ഒന്ന് തന്നെ ഒറ്റയ്ക്ക് പ്രോബ്ലം അവിടെ കാണുന്നു. ഇനി ഗ്രൂപ്പ് ബേസ്ഡ് ഉണ്ട്. ഗ്രൂപ്പ് 2 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പ് ബേസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ് ടൈപ്പാണ്. അതായത് ലീഡർ അവരുടെ പ്രോബ്ലത്തെയും സിറ്റുവേഷനെയും ഫോളോവേഴ്സിനോട് പറയും, ഗ്രൂപ്പായിട്ട് തീരുമാനിക്കാൻ പറയും. ഗ്രൂപ്പിൻ്റെ ഡിസിഷൻ എന്താണോ അതാണ് ഫൈനൽ. അതാണ് ഗ്രൂപ്പ് ബേസ്ഡ് 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ കുറച്ച് പറയല്ലേ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഫോളോവേഴ്സിനോട് ചോദിക്കും. ആ ഫോളോവേഴ്സ് ചോദിച്ച ക്വസ്റ്റ്യൻ, അതായത് റിഗാർഡിങ് 7 ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. ഡിസിഷൻസ് എങ്ങനെ എടുക്കുന്നത്, ഡിസിഷൻ്റെ ക്വാളിറ്റി എന്താ, കമ്മിറ്റ്മെൻറ്റ് എന്താ, പ്രോബ്ലത്തിൻ്റെ ഇൻഫോർമേഷൻസ് എന്താ, ഡിസിഷൻസ് ആക്സെപ്റ്റൻസ് എന്താ തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ നമ്പർ 1 എന്ന് പറയുന്നത് ഈസ് ദർ ഇസ് എ ക്വാളിറ്റി റിക്വയർ ചെയ്ത ചോദ്യമാണോ,
ക്വാളിറ്റി റിക്വയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഹൗ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കലി ക്വാളിറ്റി ഓഫ് ഹിസ് ഡിസിഷൻസ്, കമ്മിറ്റ്മെൻറ്റ് റിക്വയർഡ് ഉള്ളതാണോ? ഹൗ ഇമ്പോർട്ടൻറ്റ് സബോർഡിനേറ്റ്സ് കമ്മിറ്റ്മെൻറ്റ് ടു ദി ഡിസിഷനിലെ സബോർഡിനേറ്റ് കമ്മിറ്റ്മെൻറ്റ് എന്താണ്? ക്വാളിറ്റിയിൽ ടെക്നിക്കൽ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണോ? ലീഡേഴ്സിൻ്റെ ഇൻഫോർമേഷൻ സഫിഷ്യൻറ്റ് ഇൻഫോർമേഷൻ ഉണ്ടോ ക്വാളിറ്റി ഡിസിഷനിൽ? പ്രോബ്ലം വെൽ സ്ട്രക്ചർഡ് ആണോ? കമ്മിറ്റ്മെൻറ്റ് എങ്ങനെയുണ്ട്? പ്രോബബിലിറ്റി എങ്ങനെയാണ്? അതുപോലത്തെ ഗോൾ സെറ്റിംഗ് എങ്ങനെയാണ്? സബോർഡിനേറ്റ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമോ? സബോർഡിനേറ്റ്സിനോട് സഫിഷ്യൻറ്റ് ഇൻഫോർമേഷൻസ് ഹൈ ക്വാളിറ്റി ഡിസിഷനിൽ ആവശ്യമുണ്ടോ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ ഡിസിഷൻസ് ട്രീ ഉണ്ടാക്കും. അതിന് യെസ് ഓർ നോക്ക് അതിനനുസരിച്ചിട്ട് അവർ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കും. ഇതാണ് പാത്ത് ഗോൾ തിയറിയുടെ എന്താ പറയുക ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡലിൽ തിയറിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്നത് ഡിസിഷൻസ് എടുക്കാൻ എത്രത്തോളം പാർട്ടിസിപ്പൻസിന് വേണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? യെസ് ഓറിനോട് അനുസരിച്ചിട്ടാണ്. ഓക്കെ, യെസ് ആണോ നോ ആണോ എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ നോക്കി നോക്കൂ. പാർട്ടിസിപ്പേഷൻ ലീഡർഷിപ്പ് മോഡല് എങ്ങനെ യെസ് ആണോ നോ ആണോ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ വേണം, അങ്ങനെയല്ലെങ്കിൽ എങ്ങനെ വേണം. അതായത് നമ്മൾ ഗ്രൂപ്പ് കൺസൾട്ടേറ്റീവ് 1 ആണോ കൺസൾട്ടേറ്റീവ് 2 ആണോ, അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് 1 ആണോ ഓട്ടോക്രാറ്റിക് 2 ആണോ, അല്ലെങ്കിൽ ഗ്രൂപ്പ് 3 ആണോ, ഇങ്ങനെ നോക്കിയിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, ഡിസിഷൻസ് എടുക്കുന്നത് നമ്മളുടെ ആ ഡിസിഷൻസിൻ്റെ ബലം പോലെ ഇരിക്കും. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത് മാത്രം പഠിച്ചാൽ മതി. ഞാൻ കൺഫ്യൂഷനൊന്നും ഉണ്ടാക്കുന്നില്ല. ഹിമ്മർ കൂൺസ് ലീഡർഷിപ്പിൽ വരുന്ന എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് ഇതിലിങ്ങനെ പറയണത്.